നരിവേട്ട സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. അതിനൊരു മെയിൻ റീസൺ ടോവിനോ തോമസ് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഇദ്ദേഹം മാത്രമാണ് സിനിമയെ കൊണ്ടുപോകുന്നത്. അവിടെ സുരാജ് വെഞ്ഞാറമൂടും ഉണ്ട് എങ്കിലും ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിൽക്കേണ്ട കുറേ ഭാഗങ്ങളുണ്ട്. സിനിമയുടെ തുടക്കത്തിലായിരുന്നാലും ഒരു നോൺ ലീനിയർ ആയിട്ടാണ് സ്റ്റോറി ടെൽ ചെയ്തിരിക്കുന്നതെങ്കിൽ ചെറിയൊരു പാകപ്പഴ മതി ആ ഒരു സിനിമയുടെ കംപ്ലീറ്റ് ഒരു സോളിനെ ബാധിക്കും. അപ്പോൾ അത് തിരക്കഥയുടെയും ഡയറക്ഷന്റെ ആ ഒരു സിങ്ക് കൊണ്ട് തന്നെ അത് വളരെ ഒരു പെർഫെക്റ്റ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഫസ്റ്റ് ഹാഫ് സിനിമ ടോവിനോ തന്നെ ഒറ്റയ്ക്കാണ് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതും അദ്ദേഹത്തിന്റെ ഒരു ലവറുമായിട്ടുള്ള കുറച്ച് കെമിസ്ട്രിയൊക്കെ നന്നായിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ടോവിനോ എന്നുള്ളൊരു ആക്ടറിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാകുന്നതിന് കാര്യം എന്ന് പറയുന്നത് ഓരോരോ ക്യാരക്ടറിനെ കിട്ടിയാലും അദ്ദേഹം വളരെ വ്യത്യസ്തമായിട്ട് ആ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുക. നമ്മൾ ARMലൊക്കെ കണ്ട പോലെ പണ്ട് മോഹൻലാലൊക്കെ അഭിനയിച്ചിരുന്ന ആ ഒരു ശൈലി വ്യത്യസ്തമായിട്ടൊരു ക്യാരക്ടറിനെ അങ്ങോട്ട് അവതരിപ്പിച്ച് കാണിക്കാനുള്ള ഒരു പരിശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു വലിയ എഫേർട്ടാണ്. അത് നന്നായിട്ട് സിനിമയിൽ വർക്കാവും. അത് നന്നായിട്ട് നമുക്കൊരു ആസ്വാദകന് തിയേറ്ററിൽ നിന്ന് ആസ്വദിക്കാനും കഴിയും. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ കാടും ജേക്സ് ബിജോയും, ഈ രണ്ട് കോമ്പിനേഷൻ കാടിന്റെ പശ്ചാത്തലത്തിൽ വരുന്ന ഒരു സിനിമയ്ക്കകത്ത് ജേക്സ് ബിജോയുടെ സംഗീതവും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്ന ഒരു വൈബ്. ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ വേറെ ആരോ കൊണ്ടാണ് ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ IMDbയിൽ നോക്കിയപ്പോൾ കണ്ടത്. പക്ഷേ എങ്കിലും ജേക്സ് ബിജോയുടെ ഒരു പെർഫെക്ഷൻ, ആ ഒരു കാടിന്റെ ശബ്ദങ്ങളുടെയൊക്കെ ഒരു സംഭവം, അത് അദ്ദേഹത്തിന്റെ ഒരു എഫേർട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും അത് ഗംഭീരമായിട്ടുണ്ട്. ത്രൂഔട്ട് ഈ സിനിമേനെ അങ്ങോട്ട് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിൽ ജേക്സ് ബിജോയുടെ സംഗീതത്തിന്, അത് അദ്ദേഹം മ്യൂസിക് സ്കോർ ചെയ്യുന്നതായിരുന്നാലും കമ്പോസ് ചെയ്യുന്നതായിരുന്നാലും ഏതൊരു സിനിമ എടുത്ത് നോക്കിയാലും ആ സിനിമയുടെ ഒരു സോൾ എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സിനിമയ്ക്കകത്തും ജേക്സ് ബിജോയുടെ സംഗീത സിനിമയെ നന്നായിട്ട് എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സുരാജ് വെഞ്ഞാറും കൂടെ ആയിരുന്നാലും പുതിയൊരു ആക്ട്രസ് കണ്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അവർ നന്നായിട്ട് ആ ഒരു ക്യാരക്ടറിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. സുരാജ് വെഞ്ഞാറുമോട് ചെയ്ത കഥാപാത്രത്തിന് ഒരു വലിയ ഒരു പ്രാധാന്യമുണ്ട്. അത് നന്നായിട്ട് ഡെലിവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് എവിടെയൊക്കെ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്തതിനകത്ത് തമിഴ് നടൻ ചേരൻ, അദ്ദേഹം ഒരു നല്ല ഡയറക്ടറൊക്കെയാണ്, നല്ലൊരു ആക്ടറുമാണ്. ഒരു വില്ലൻ ക്യാരക്ടറാണ്, ഡാർക്ക് ഷെയ്ഡാണ്. പക്ഷെ അത് മനസ്സിലാകാത്ത രീതിയിൽ വളരെ ഒരു കൂൾ ക്യാരക്ടറായിട്ടാണ് ഇതിനെ ആദ്യം നമ്മളെ മുന്നിൽ അവതരിപ്പിക്കുന്നതെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പിന്നിലുള്ള ആ ഒരു ഡാർക്ക് ഷെയ്ഡൊക്കെ അങ്ങോട്ട് അൺവെയിൽ ചെയ്ത് വരുമ്പോഴത്തേക്കൊക്കെ എവിടെയൊക്കെയോ ആ ഒരു കഥാപാത്രത്തിന് ഒരു ഫുൾ ത്രോട്ടിൽ അദ്ദേഹത്തിനെ കൊണ്ട് ഡെലിവർ ചെയ്യാൻ കഴിയാത്ത കണക്കൊക്കെ ഫീൽ ചെയ്തു. അത് മേ ബി ലാംഗ്വേജിന്റെ പ്രശ്നമാണോ എന്ന് അറിയത്തില്ല. അത് ഇനി ആ കഥാപാത്രത്തിന് അദ്ദേഹം ഉൾക്കൊണ്ടിരിക്കുന്നതിലുള്ള പാകപ്പിഴകളോ വല്ലതും ആണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് കൺസീവ് ചെയ്യാൻ കഴിയാതിരുന്നതാണോ എന്താണെന്ന് മനസ്സിലായില്ല. എവിടെയൊക്കെയോ ആ ഒരു പെർഫെക്ഷൻ കുറവ് ഫീൽ ചെയ്തു. അതും കൂടെ ഒന്ന് ഒത്തു വന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു ആക്ടറാണ് ആ ഒരു ക്യാരക്ടറിനെ അങ്ങോട്ട് ഡ്രൈവ് ചെയ്തിരുന്നെങ്കിൽ അതൊരു ഭയങ്കര ഒരു വൈബ് ഉണ്ടാക്കുമായിരുന്നു. അത് എവിടെയൊക്കെയോ ഒന്ന് ആ ഒരു ക്യാരക്ടർ മാത്രം ഒന്ന് എവിടെയൊക്കെയോ ഒന്ന് ലൂസ് ആവുന്ന കണക്ക് ഫീൽ ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു ഗ്രാഫിനെ ഒന്ന് താഴ്ത്തുന്ന കണക്ക് എവിടെയൊക്കെ ഫീൽ ചെയ്ത്. കാരണം അത്രയ്ക്ക് പൊട്ടൻഷ്യൽ ഉള്ളൊരു കഥാപാത്രമാണ്. അത് അയാളെ കൊണ്ട് കഴിയുന്ന കണക്കൊക്കെ ഡെലിവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും അത്ര ആ ഒരു മീറ്ററിൽ നിന്നും കുറച്ചും കൂടെ ഉയർന്ന എവിടെയൊക്കെ അത് പ്രതിഫലിച്ച് നിൽക്കേണ്ടിയിരുന്ന ഒരു കഥാപാത്രമാണെന്ന് എനിക്ക് തോന്നി. അത് എനിക്കത്രത്തോളം അങ്ങോട്ട് വർക്കായില്ല. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ടെക്നിക്കൽ പാർട്ട്, അതായത് കാടിൻ്റെ പശ്ചാത്തലമൊക്കെ വിഷ്വലൈസ് ചെയ്തിരിക്കുന്ന ആ സിനിമാറ്റോഗ്രഫി എല്ലാം സൂപ്പറായിട്ടുണ്ട്. എല്ലാം ടെക്നിക്കൽ സൈഡിൽ ടോപ്പ് നോച്ച് ആയിട്ടുള്ളൊരു മൂവിയാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ അവസാനത്തെ കുറേ ആക്ഷൻ സീക്വൻസുകളൊക്കെ ചെയ്തിരിക്കുന്ന, അത് ഇതിൻ്റെ കാടിൻ്റെ പശ്ചാത്തലത്തിലേക്ക് ഷൂട്ട് ചെയ്തിരിക്കുന്നതായിരുന്നാലും അവർ ഒരുപാട് സ്ട്രഗിൾസും ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ്. അതിൻ്റേതായിട്ടുള്ളൊരു പെർഫെക്ഷൻ സിനിമയിലുടനീളം കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ്, ഇതിനകത്ത് ആദിവാസി ഊരും അത്തരത്തിലുള്ളൊരു പശ്ചാത്തലത്തിലുള്ള കുറേ ആക്ടേഴ്സ് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അവരെല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ട് ആ ക്യാരക്ടേഴ്സിനെ അവർ ഡെലിവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പൊതുവെ അത്ര ഈസി അല്ല. അവിടെയൊക്കെ ഡയറക്ടർ വളരെയധികം വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. വളരെ ഒരു പെർഫെക്ഷൻ, രാജമൗലിയൊക്കെ ചെയ്തു വയ്ക്കുന്ന പോലുള്ളൊരു പെർഫെക്ഷൻ നമുക്ക് ആ ഒരു അവസാനത്തെ സീക്വൻസുകൾ, അവസാനത്തെ എന്നല്ല, ആ കാടിൻ്റെ പശ്ചാത്തലം കാണിക്കുമ്പോഴും സെറ്റിട്ടിരിക്കുന്നതായിരുന്നാലും ഗംഭീരമായിട്ടുണ്ട്. അങ്ങനെയുള്ള കാടുകൾ, വനപ്രദേശം പോയി അവിടെ തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നതെങ്കിലും അവിടെ സെറ്റൊക്കെ ഇട്ടിരിക്കുന്നതൊക്കെ ഗംഭീരമായിട്ടുണ്ട്. ശരിക്കും നമുക്ക് പ്യുവർ വനവാസ മേഖലയിലുള്ള ഒരു ആദിവാസി കോളനിയിൽ ചെന്നാൽ എന്താണ് നമുക്ക് അതിനകത്തു നിന്നുള്ളൊരു ഫീഡ്, ഒരു അപ്പീൽ കിട്ടുന്നതെന്നുള്ളത് അത് നന്നായിട്ട് ഇതിൻ്റെ സെറ്റ് കൈകാര്യം ചെയ്തിരിക്കുന്നവർ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് സിനിമയിൽ ഭയങ്കര പഞ്ചിങ് ആയിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഓവറോൾ ഈ മൂവി എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. അതുകൊണ്ട് തന്നെ ഞാൻ ഔട്ട് ഓഫ് 10 9 റേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമാ വിശേഷമായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.